ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ അടുത്ത യാത്രയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അടുത്ത യാത്ര വന്നിട്ട് ബൈക്ക് റൈഡോ ട്രെയിനോ യാത്രയല്ല. അടുത്തത് ഒരു അഡ്വഞ്ചർ ട്രിപ്പാണ്. ഒരു ഏഴുമല കയറിപ്പോയിട്ടുള്ള ഒരു യാത്രയാണ്. അത് ഏതാ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരു ഉണ്ടിയിലില്ലാത്ത, ഒരു സംഭാവനയില്ലാത്ത, ഒരു പൈസ വാങ്ങാത്ത ഒരേ ഒരു അമ്പലം നമ്മുടെ കോയമ്പത്തൂരിലുള്ള വെള്ളിയങ്കിരി മലയാണ്. കൈലാസം പറയും, സൗത്ത് കൈലാസം ശിവൻ്റെ അമ്പലമാണ്. അവിടെ തന്നെയാണ് ഏഴുമല കയറിപ്പോയി നമ്മൾ ദർശിക്കേണ്ടത്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടെ പോകാൻ. ഒരു 10 തവണ ഞാൻ അവിടെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെയാണ് നേരത്തെ വിളിച്ചിട്ട് പോയത്. ബിനു, ജനാർത്തേട്ടൻ പറഞ്ഞിട്ട് അവരൊക്കെയാണ് വിളിച്ചിട്ട് പോയത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അവിടെ. നമ്മൾ ഈ പ്രാവശ്യം 15ാമത്തെ തവണ പോണത്. അപ്പോൾ ഫെബ്രുവരിയിലാണ് ഓപ്പൺ ആകുന്നത്. അത് ഏതാ ഡേറ്റ് എന്നുള്ളതൊക്കെ പറയാം. ആ സമയത്ത് ഞാൻ പറയാം. വരുന്നവർ വരിക. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കുറച്ച് ആരോഗ്യം എല്ലാം വേണം. നമ്മൾ ഏഴുമല കയറി പോകാൻ നല്ലൊരു കുത്തണ കയറ്റം എല്ലാം ആണ്. അപ്പോൾ വരുന്നവർ പറയാം. പിന്നെ എനിക്ക് ദൈവവിശ്വാസം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അന്ധവിശ്വാസം ഇല്ല, ദൈവവിശ്വാസമുണ്ട്. എന്ത് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് 700-800 കോടി ജനങ്ങളുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ബ്ലഡാണ്, എല്ലാവർക്കും ഒരേ കളർ ബ്ലഡാണ്. ഇപ്പോൾ ദൈവം ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാവരും ദൈവമില്ല എന്നൊക്കെ പറയും. ദൈവം ഇല്ലയെന്നുണ്ടെങ്കിൽ അവരവൻ്റെ സൗകര്യത്തിന് ബ്ലഡ് കളർ മാറ്റിയിട്ടുണ്ടാവും. പച്ച, കാവി, വെള്ള വേണ്ടിട്ട്. അപ്പോൾ അങ്ങനെയൊന്നും മാറ്റാൻ പറ്റില്ല ആരിനെ കൊണ്ടും. ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് അതുതന്നെയാണ്. നമ്മൾ ഇപ്പോൾ ആഫ്രിക്കയിലെ ഒരാൾക്ക് ബ്ലഡ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് കൊടുക്കാം. നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ബ്ലഡിൻ്റെ. അപ്പോൾ അതിൽ ഇതുവരെ ആയിട്ടും ബി പോസിറ്റീവ് വേണം, എ പോസിറ്റീവ് വേണം, അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. ഏത് ജാതി വേണം, ഏത് മതത്തിൻ്റെ ബ്ലഡ് വേണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ബ്ലഡ് ആവശ്യം, അതായത് ഒരാൾക്ക് അർജൻറ്റ് പറയുന്ന സമയത്ത് മതം പറയണില്ല, മതത്തിന് വെച്ച് കളിക്കുകയാണ് ഇവിടെ. അപ്പോൾ ജാതിയൊക്കെ വെച്ച് കളിക്കുന്നവരുടെ അടുത്ത് ഒറ്റപ്പാക്കേ പറയുള്ളൂ. കുരങ്ങെന്നാണ് മനുഷ്യനുണ്ടായത്, അതായത് കുരങ്ങെന്നാണ് മനുഷ്യനുണ്ടായത്. ഒരുപാട് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കുരങ്ങാണ് നിങ്ങളുടെ ജാതി എന്ന് പറഞ്ഞാൽ സൂപ്പറായി കമൻറ്റ് ചെയ്താൽ മതി. ജിബാൻസി കുരങ്ങ, ഇല്ല സിംഹം വേലം കുരങ്ങെന്നാണ് നിങ്ങളുടെ ജാതി ഉണ്ടായെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതൊക്കെ വെറും നമ്മുടെ മണ്ടനാക്കാണ്. മനുഷ്യൻ എന്നുള്ള ഒരു ജാതിയേ ഉള്ളൂ. അത് ഒരുപാട് തെളിയിൽപ്പെട്ടാലും നമ്മൾ മണ്ടത്തരങ്ങൾ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് മനുഷ്യനുള്ള ഒരു ജാതി. നമ്മൾ ദൈവത്തിനെ കാണും. ഇപ്പോൾ ട്രെയിൽ 1 നമ്മൾ എത്തിയിട്ടുള്ളൂ. ഇനി ട്രെയിൽ 3 എത്തുമ്പോൾ തന്നെ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെയൊക്കെ എത്തുമ്പോൾ തന്നെ നമ്മൾ മനുഷ്യനാവും. ഇപ്പോൾ മൃഗത്തുനിന്ന് കുറച്ച് മനുഷ്യനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാർ മരിച്ചത് മനുഷ്യന്മാർ കൊന്നിട്ട് തന്നെയാണ്. ജാതി, മതം, കളറ്, ബോർഡർ വന്ന വ്യത്യാസത്തിലൊക്കെ വേണ്ട കൊന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭൂമിയിൽ എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ആ ഒരു സംഭവം വരുന്ന സമയത്ത് നമ്മൾ ഉറപ്പായി ദൈവത്തിനെ കാണും. ദൈവം നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോഴേ നമ്മൾ ദൈവത്തിനെ കാണുള്ളൂ. ഇല്ലാണ്ട് നമ്മൾ 7 നേരം ദൈവത്തിനോട് പോയിട്ട് നിസ്കരിച്ചിട്ടും ചർച്ചിൽ പോയിട്ടൊന്നും ദൈവത്തിനെ കാണാൻ പറ്റില്ല. നമ്മളെല്ലാ മനുഷ്യന്മാരും ഒന്നാണെന്ന് പറയുമ്പോൾ, അതായത് എന്താ ചുരുക്കം പറഞ്ഞാൽ, നാട്ടുകാരൻ്റെ വൈരറിയാൻ വീട് കെട്ടുക, കൂട്ടുകാരന്മാരുടെ വൈരറിയാൻ കാറും ബൈക്കൊക്കെ, അതായത് അടുത്തവർക്ക് വേണ്ടി ജീവിക്കുക, അടുത്തവരിനെ വൈരറിയാൻ വേണ്ടി ജീവിക്കുക. അങ്ങനെയുള്ള